ഹായ് നമസ്കാരം. നമ്മുടെ ടൊയോട്ടയുടെ ഗ്ലാൻസ എന്ന വാഹനം നിങ്ങൾ ഈ ഓണത്തിനെടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾ പ്ലാൻ ചെയ്യുക. കാരണം നിങ്ങളൊരു ബേസ് വേരിയൻ്റ് വാഹനം എടുത്തു കഴിഞ്ഞാൽ അത് ഫുൾ ഓപ്ഷൻ എങ്ങനെ ആക്കാൻ പറ്റും, ഫുൾ ഓപ്ഷൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടാത്തതുണ്ട്, എന്തൊക്കെ നമുക്ക് കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ബേസ് വേരിയൻ്റ് എടുത്തിട്ട് ഫുൾ ഓപ്ഷൻ ആകുന്ന സമയത്ത് നമ്മൾക്ക് എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ബേസ് വേരിയൻ്റ് എടുത്ത് കുറച്ച് ആക്സസറീസ് നിങ്ങൾ ഷോറൂമിൽ തന്നെ ചെയ്യിച്ചാൽ മതി. ഷോറൂമിൽ തന്നെ ചെയ്യിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒരു ഗ്ലാൻസ കാണിക്കാം. ഗ്ലാൻസ എന്ന ബേസ് വേരിയൻറ്റ് മാനുവൽ ട്രാൻസ്മിഷനകത്ത് ഇവരൊരു കുറച്ച് എന്താ പറയുക ആക്സസറീസ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്ന ഒരു വാഹനമാണിത്. ഇതിനകത്ത് വേറെ അഡീഷണലായിട്ടൊന്നുമില്ല. ബേസ് വേരിയൻ്റ് വാഹനത്തിനകത്ത് ഏകദേശം 37,000 രൂപ ചിലവാക്കി ചെയ്തേക്കുന്ന കുറച്ച് ആക്സസറീസ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് ബേസ് വേരിയൻ്റ് വാഹനമാണ് കേട്ടോ. ഇപ്പോൾ ഈ മാസത്തെ ഓണം സ്കീമാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. ഏകദേശം 1,03,767 രൂപയോളം ഓണം ഓഫർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റൻഡ് വാറണ്ടി നോർമൽ 3 ഇയറാണ് വാറണ്ടി, അഡീഷണൽ 2 ഇയർ കൂടെ കിട്ടിയിട്ട് അങ്ങനെ 5 ഇയർ വാറണ്ടി ആവും. അപ്പോൾ വാറണ്ടിയുടെ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ട ഈ ഓണക്കാലത്ത് അത് ഫ്രീ ആണ്. പിന്നെ നമുക്ക് വരുന്നത് ടീ ഗ്ലോസ് കോട്ടിംഗ് എന്ന് പറഞ്ഞൊരു കോട്ടിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ടീ ഗ്ലോസ് കോട്ടിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ബോഡിയും അതേപോലെ തന്നെ നമുക്ക് സൈലൻസർ കോട്ടിങ്, ടഫ്ലോൺ കോട്ടിങ്, ഈ 3 സാധനത്തോടെ ചേർത്തിട്ടാണ് ടീ ഗ്ലോസ് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം 9,904 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് കൂടാതെ എക്സ്ചേഞ്ച് ഓർ ലോയൽറ്റി ബോണസ് ഈ മാസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20,000 റുപ്പീസാണ്. പിന്നെ എക്സ്ചേഞ്ച് നിങ്ങൾ ഓൾഡ് ടാറ്റ വാഹനം ഏതെങ്കിലും ആണ് ടൊയോട്ട വാഹനം ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 50,000 രൂപ എക്സ്ചേഞ്ച് ഓഫർ കിട്ടും. ഇനി നിങ്ങളൊരു ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5,000 റുപ്പീസ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഇനി നിങ്ങൾ ക്യാഷ് ഡിസ്കൗണ്ടായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുന്നത് ഏകദേശം 25,000. ഇതാണ് ഓഫേഴ്സ്. ഈ ഓഫേഴ്സ് കൂടാതെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ബേസ് വേരിയൻ്റ് വാഹനമാണ് എടുത്ത് അതിനെ ഫുൾ ഓപ്ഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫുൾ ഓപ്ഷനിലേക്ക് നമ്മൾ മാക്സിമം ആക്സസറീസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന കോസ്റ്റാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ 37,000 ഇവർ ചെയ്തേക്കുന്ന കുറച്ച് ബേസിക് ആക്സസറീസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുൻഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഈ ഒരു ബമ്പറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു കൂടുതലും ഗാർണിഷ് പോലുള്ള സാധനങ്ങളാണ്, ക്രോം ഗാർണിഷുകൾ. അതാണ് ഇതിനകത്ത് ഈ 37,000 ഇവരിവിടെ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗാർണിഷ് വരുന്നുണ്ട്. ഏറ്റവും താഴെ ബമ്പറിൽ അവിടെയായിട്ടും ഒരു ഗാർണിഷ് വരുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ടും ഇതിൻ്റെ മുൻഭാഗത്ത് ഇവർ ചെയ്തേക്കുന്നത്. മുൻഭാഗത്ത് വേറെ ആക്സസറീസ് ഒന്നും ഈ 37,000 ഇല്ല. ഇനി സൈഡിലേക്ക് വരുമ്പോൾ ഇവിടേക്ക് വശങ്ങളിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫെൻഡറിൽ ഒരു ക്രോം ഗാർണിഷ് ഈ ഒരു ഫെൻഡറിൻ്റെ പോർഷനിലായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് പറ്റും. ഇത് കൂടാതെ തന്നെ ഈ മിററിനൊരു കവറും വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കവർ ഇവിടെ ഇവർ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല, അതുകൂടെ സത്യം പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ടില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാൻ വരുന്നത്. ഇത് കൂടാതെ സൈഡ് ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു ഭാഗത്തെ ബീഡിങ്ങിലായിട്ട് അവിടെ ഒരു ക്രോം ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലുകൾ ക്രോം ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയുമാണ് ഈ ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന മാറ്റങ്ങൾ. പിന്നെ ഇവിടെ നമുക്ക് ഡോർ വൈസറും കൊടുത്തിട്ടുണ്ട്. ഡോർ വൈസർ ഒരു പ്രീമിയം ഡോർ വൈസറാണ് ഇവർ കൊടുത്തേക്കുന്നത്. അതിനകത്ത് നമുക്കൊരു ക്രോമിൻ്റെ എലമെൻറ്റ് ഇവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിൽ ഗാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കയറുന്ന ഈ ഒരു ഭാഗത്തായിട്ട് സിൽ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3D മാറ്റും നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അത് ഇത്രയും ഈ പറഞ്ഞ ഈ ഒരു ആക്സസറി പാക്കിനകത്ത് ഉള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ പിന്നിലേക്ക് വരികയാണെങ്കിൽ പിറകിലേക്ക് വരുന്ന സമയത്ത് ഇവിടേക്ക് വരുമ്പോൾ ഈ ഒരു നമ്മുടെ ബൂട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ ഒരു ക്രോമിയം ഫിനിഷ്, ഇതും അഡീഷണലായിട്ട് ആക്സസറി ഈ പറഞ്ഞ 37,000 ആക്സസറി ആയിട്ട് വരുന്നൊരു കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ ഈ ഒരു ഭാഗത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ലിപ്പിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ക്രോമിയം ഗാർണിഷും ഇതും അതിൻ്റെ ആക്സസറിയുടെ ഭാഗമാണ്. ഇത് കൂടാതെ ഈ റിഫ്ലക്ടറിൻ്റെ ഭാഗത്ത് ഇവിടെയായിട്ടും ഒരു ആക്സസറി കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ സ്കിഡ് പ്ലേറ്റ്, ഇതാ ഈ ഒരു സാധനം, ഇതും അഡീഷണൽ ആക്സസറീസാണ്. ഇത് ഇത്രയുമാണ് ഞാൻ ഈ പറഞ്ഞ 37,000 നിങ്ങൾക്ക് വരുന്നത്. ഇനി നിങ്ങളിതിനെ ഫുൾ ഓപ്ഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അലോയ് വീൽ മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത് നോർമൽ വീല് പ്ലസ് വീൽ കപ്പാണ് നമുക്ക് കിട്ടുന്നത്. അത് അലോയ് വീലിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഫോഗ് ലാമ്പാണ്. ഫോഗ് ലാമ്പ് അപ്ഗ്രേഡ് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് മ്യൂസിക് സിസ്റ്റം വിത്ത് 360 ക്യാമറ. അത് ഈ വാഹനത്തിനകത്തില്ല, അത് നമ്മൾ അഡീഷണലായിട്ട് വെക്കണം. പിന്നെ നമുക്ക് വരുന്നത് റിയർ പാർസൽ ട്രേ. ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ പാർസൽ ട്രേ
ഇവിടെ വരുമ്പോഴത്തേക്ക് പാർസൽ ട്രേ ഇതിനകത്തില്ല, നമ്മൾ അഡീഷണൽ പാർസൽ ട്രേ വെക്കേണ്ടതുണ്ട്. പിന്നീട് സൈഡിൽ വേറൊരു കാര്യം കൂടെ നമ്മൾ അഡീഷണൽ ചെയ്യേണ്ടതുണ്ട്. ഫുൾ ഓപ്ഷൻ്റെ ആ ഒരു ലുക്ക് നമുക്ക് കിട്ടാനായിട്ട് ഇവിടെ ഡോറിൻ്റെ സൈഡിൽ വരുന്നൊരു ബീഡിങ്, അപ്പോൾ അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ആ ഒരു ബീഡിങ് കൂടെ നമ്മൾ അഡീഷണൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പുറകുവശത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയർ വൈപ്പറാണ്. റിയർ വൈപ്പർ സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ആക്സസറി ആയിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലൊന്നാണ്. അങ്ങനെ ഒരു 4 സാധനങ്ങളുണ്ട് നമുക്ക് ഫുൾ ഓപ്ഷൻ ആക്കുമ്പോൾ നമുക്ക് ആക്കാൻ പറ്റാത്ത കുറേ സാധനങ്ങൾ. അത് ഞാൻ ഏറ്റവും അവസാനം നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇനി മുൻഭാഗത്തേക്ക് വരുമ്പോൾ അത് ഇവിടുത്തെ കാര്യം തീർക്കാം. ഞാൻ മിററിനകത്ത് വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മിറർ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് സാധാരണ ഫുൾ ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് ഈ ഒരു മിററിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വി ആക്കുന്ന സമയത്ത് 360 ക്യാമറയും ഓട്ടോ ഫോൾഡിങ് മിററും കൂടെ നമ്മൾക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഈ പറയാൻ പോകുന്ന സ്കീമിനകത്ത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ സാധനം നമുക്ക് കിട്ടും. പക്ഷേ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഫെൻഡറിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, ഇത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇതിങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതായിട്ട് മാറും. പക്ഷേ രണ്ടും കൂടി ഇരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നിങ്ങളുടെ ഈ ഒരു ഹെഡ് ലാമ്പിനകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേരിയൻറ്റിനകത്ത് വരുമ്പോൾ ഹാലജൻ ലൈറ്റാണ് വരുന്നത്. അത് ഫുൾ ഓപ്ഷനിലേക്ക് മാറുമ്പോൾ LED ആക്കണം. ഞാൻ ഈ പറഞ്ഞ പാക്കേജിനകത്ത് അത് LED ആക്കാനും നിങ്ങൾക്ക് പറ്റും കേട്ടോ. അതുൾപ്പെടെയാണ് ചെയ്തിരുന്നത്. പിന്നെ ഫ്രണ്ടിലെ ഫോഗ് ലാമ്പ്, ആ ഫോഗ് ലാമ്പും അതിനകത്തുണ്ടാവും, ഈ ഒരു പാക്കേജിനകത്തുണ്ടാവും. അപ്പം ഫ്രണ്ട് ഓൾമോസ്റ്റ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വാഹനം ഓടി വരുന്ന സമയത്ത് നമ്മൾക്ക് വേറെ ഈ വേരിയൻ്റ് ആണോ അത് ഫുൾ ഓപ്ഷൻ ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് വിക്ക് വരുമ്പോഴത്തേക്ക് ആ വി എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്കുണ്ടാവും. പിന്നെ റിയർ വൈപ്പർ ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ വെച്ച് മാത്രമാണ് ഈ വാഹനം ഫുൾ ഓപ്ഷൻ ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് എന്താ പറയുക ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം കേട്ടോ. ഉള്ളിലായിട്ടാണ് ഇത്തിരിയെങ്കിലും കുറച്ചും കൂടെയൊക്കെ നമുക്ക് വ്യത്യാസങ്ങൾ മനസ്സിലാക്കുകയും കുറച്ചുകൂടി അഡീഷണൽ ഫീച്ചേഴ്സും കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ബേസ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അല്ല. അപ്പോൾ ഇത് നമുക്ക് ഫുൾ ഓപ്ഷനിലേക്ക് ആക്കുമ്പോൾ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ആക്കാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതെന്താണിത്? ഓക്കെ, അല്ലെ കീന്ന് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കത് ഫുൾ ഓപ്ഷൻ ആക്കണമെങ്കിൽ അത് ആക്കണം. പിന്നെ സ്റ്റിയറിംഗ് വീല്, ഇത് ബേസ് വേരിയൻറ്റിൻ്റെ സ്റ്റിയറിംഗ് വീലാണ്. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു നോർമൽ സ്റ്റിയറിംഗ് വീലാണ്. ഈ സ്റ്റിയറിംഗ് വീലിനകത്ത് കൺട്രോൾസ് ഒന്നുമില്ല, കൺട്രോൾസ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇവരൊരു ഗ്ലോസി ഫിനിഷുള്ള ഒരു മെറ്റീരിയലാണ് ഇവിടെയൊക്കെ വരുന്നത്. അപ്പോൾ ഒപ്പം തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ലെതർ റാപ്പും കൂടെയൊക്കെ വരും. പക്ഷേ നമ്മൾ ബേസ് വേരിയൻറ്റിനകത്ത് ഇതാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ആക്സസറീസ് പാക്കിനകത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ സാധനം എല്ലാം കിട്ടും. പിന്നെ ചെയ്യാൻ പറ്റാത്തൊരു സാധനം ഷോറൂമിൽ ചെയ്യില്ല, കീ നമുക്ക് ഓട്ടോ ഫോൾഡിങ് കീ ആക്കാൻ പറ്റില്ല ഷോറൂമിൽ. പക്ഷേ ആഫ്റ്റർ മാർക്കറ്റ് പുറത്ത് കൊടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. അധികം കോസ്റ്റ് ഒന്നുമില്ല. എനിക്കൊന്ന് 3000-4000 റുപ്പീസൊക്കെ ആ ഒരു കാര്യം ചെയ്യുന്നതിൽ നമുക്ക് വരത്തുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റം നമുക്ക് മാറ്റാനായിട്ട് പറ്റും. മ്യൂസിക് സിസ്റ്റം ഞാൻ ഈ പറഞ്ഞ പാക്കേജിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വലിയ പ്രൈസൊന്നും വരുന്നില്ല. അപ്പോൾ മ്യൂസിക് സിസ്റ്റം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ AC വെൻ്റ് ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, സെയിം തന്നെയാണ്. പിന്നെ വെക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ നമ്മൾ ചെയ്തു. റിയർ ഇവിടെ ഒരു ആംബ്രസ്റ്റ് നമുക്ക് വെക്കാനായിട്ട് പറ്റും സെൻറ്ററിൽ. ഈ ആംബ്രസ്റ്റ് മാത്രം വെച്ചാൽ പോരാ, പുറകിലേക്ക് AC ഇവൻറ്റുകൾ നമുക്ക് വേണം. ഫുൾ ഓപ്ഷനകത്ത് അതുണ്ട്. ആ സാധനവും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ചുരുക്കം പറഞ്ഞൊരു 10-12 ഐറ്റംസ് നമ്മളിപ്പോൾ കാണിച്ച ഈ ക്രോമിയം ഐറ്റംസ് അല്ലാതെ മൊത്തം ഒരു 10-12 ഐറ്റംസ് നമ്മൾ അഡീഷണൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വാഹനം ഫുൾ ഓപ്ഷനായി മാറാൻ പറ്റും. ഇനി ഫുൾ ഓപ്ഷനിലേക്ക് നമുക്ക് ആക്കുമ്പോൾ നമുക്ക് കിട്ടാത്തൊരു 4 കാര്യങ്ങളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ നമുക്ക് അഡീഷണൽ ആക്സസറി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. റിയർ വൈപ്പർ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ എയർ ബാഗുകൾ നോർമൽ ഈ വാഹനത്തിനകത്ത് ബേസ് വേരിയൻറ്റ് 2 എയർ ബാഗ്സാണ് വരുന്നത്. അത് ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ 6 എണ്ണമാണ് വരുന്നത്. ആ 4 എയർ ബാഗിൻ്റെ കുറവ് എന്തായാലും ഉണ്ട്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഇത്രയും ഈ 4 സാധനങ്ങൾ ഷോറൂമിൽ ചെയ്യില്ല. ബാക്കി ഇത്രയും കാര്യം നമ്മൾ ടൊയോട്ടയുടെ ഷോറൂമിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടും. ഇത്രയും കാര്യം ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്ര രൂപ സേവ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഞാൻ വ്യക്തമായിട്ട് ഇവിടെ കണക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഷോറൂം നമ്മുടെ ഈ ബേസ് വേരിയൻറ്റ് നമുക്ക് ഓൺ റോഡ് ഒരു 8,80,145 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറക്കാനായിട്ട് പറ്റും, ഓൺ റോഡ് ഇറക്കാൻ പറ്റും. ഇനി ഫുൾ ഓപ്ഷൻ നമ്മൾ ഓൺ റോഡ് ഇറക്കുമ്പോഴത്തേക്ക് 11,47,455 രൂപയാണ് നോർമലി നമുക്ക് ഇറക്കേണ്ടത്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം പ്രൈസ് ഡിഫറൻറ്റ് ഫുൾ ഓപ്ഷനും അതേപോലെ തന്നെ ബേസ് വേരിയൻറ്റും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് ഏകദേശം 3,69,310 രൂപയാണ്. ഞാൻ ഈ പറഞ്ഞ ആക്സസറീസ് ഈ ക്രോമിയം ഗാർണിഷ് അല്ല കേട്ടോ, ഞാൻ അല്ലാതെ പറഞ്ഞ ആക്സസറീസ് എല്ലാം കൂടെ അലോയ് വീൽ ഉൾപ്പെടെ നിങ്ങൾ ചെയ്യുമ്പോൾ, അതായത് ഇൻക്ലൂഡിങ് അലോയ് വീൽ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇൻക്ലൂഡിങ് അലോയ് വീല്, എന്താ പറയുക, ഫോഗ് ലാമ്പ്, മ്യൂസിക് സിസ്റ്റം, റിയൽ പാർസൽ ഡോർ ഹാൻഡിൽ ക്രോം, അതേപോലെ തന്നെ വിൻഡോ ബീഡിങ്, ഈ കാണുന്ന വിൻഡോ ബീഡിങ്,
പിന്നെ നമ്മളുടെ ഓട്ടോ ഫോൾഡിങ് മിറേഴ്സ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം LED ലൈറ്റുകൾ, സ്റ്റിയറിംഗ് കൺട്രോൾ വിത്ത് എന്താ പറയുക സ്റ്റിയറിങ്ങിൻ്റെ ആ ലെതർ റാപ്പിങ്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്, റിയർ ആംഡ് റെസ്റ്റ് വിത്ത് AC. ഈ സാധനങ്ങൾ ഇത്രയോടെ ചെയ്തു വരുമ്പോൾ 2,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫുള്ള് തീർക്കാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായോ? അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഫറൻസ് വരുന്ന എത്ര രൂപയെന്നറിയാമോ? ഏകദേശം 1,14,310 രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ബേസ് വേരിയൻറ്റ് വണ്ടി എടുത്ത് നിങ്ങൾ ആക്സസറൈസ് ചെയ്ത് ഫുൾ ഓപ്ഷൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1,14,000 രൂപയുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഫുൾ ഓപ്ഷൻ ആക്കി ഇറക്കാൻ പറ്റും. 3-4 എന്താ പറയുക ചെറിയ ഫീച്ചേഴ്സ് മാത്രമാണ്, ചെറുതെന്നല്ല. റിയർ വൈപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന് എന്താ പറയുക റിയർ ഡീഫോഗർ ഉണ്ട് ഈ ഒരു വാഹനത്തിനകത്ത്, അപ്പോൾ അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വേണമെന്ന് ഉള്ളവർക്ക് ഈ ആഫ്റ്റർ മാർക്കറ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ടൊയോട്ടോ അത് ആക്സസറി ആയിട്ട് ചെയ്യുന്നുമില്ല. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അത് എനിക്ക് തോന്നുന്നു ആക്സസറി ആയിട്ട് എനിക്ക് തോന്നുന്നു 10,000 രൂപ എന്നുണ്ടെങ്കിൽ പുറത്ത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരുപാട് ആക്സസറി ഷോപ്പുകളും മറ്റുമൊക്കെ അത് ചെയ്യുന്നത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കീയും. എന്നാലും 1,00,000 രൂപ എങ്ങനെ പോയാലും നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഗ്ലാൻസ ഈ ഓണത്തിനെടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ ഓഫറുകളല്ല ഞാൻ ഈ പറഞ്ഞത്. ഓഫർ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അത്രയൊക്കെയാണ് ഓഫറുകൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ആദ്യം നിങ്ങളുടെ ഫിനാൻസിൻ്റെ എലിജിബിലിറ്റി ഒക്കെ അറിയണം. നിങ്ങൾക്ക് എന്താ പറയുക ഈ വാഹനം ഫിനാൻസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ല അതർവൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ല താഴത്തെ ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കാം. നമ്പർ എടുക്കുക, വിളിക്കുക, നിങ്ങൾ ഡീലുകളൊക്കെ ഉറപ്പാക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു ബേസ് വേരിയൻ്റ് എടുത്ത് നിങ്ങളൊരു 2,00,000 രൂപ 2,50,000 രൂപ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഫുൾ ഓപ്ഷൻ ആക്കാനായിട്ട് പറ്റും. എങ്ങനെയുണ്ട് ഡീല്? കൊള്ളാമോ? എന്തായാലും 1,00,000 രൂപ നിങ്ങൾക്ക് ലിറ്ററലി സേവ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയൂലേ? പറയണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.